കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 5 വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ അപകടങ്ങളിൽ ചികിത്സയിലായിരുന്ന 2 പേർ മരിച്ചു. അപകടത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റു. ചാലക്കുടി പോട്ടയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ അപകടം. 8ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. മതിലകം പഞ്ചായത്തിലെ കഴുവിലങ്ങ് മേഖലയിൽ നീർനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ മത്സ്യകർഷകർക്ക് ആശ്വാസമായി വനംവകുപ്പ്. വളർത്തു മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി മത്സ്യകൃഷിക്കുളങ്ങളിൽ നീർനായകളെ പിടികൂടാനുള്ള കൂടുകൾ സ്ഥാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 5 വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന 2 പേർ മരിച്ചു. അപകടത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രികളിലേക്ക് മാറ്റി. തൃശൂർ കുന്നംകുളത്ത് പട്ടാമ്പി റോഡിലെ താഴത്തെ പെട്രോൾ പമ്പിന് സമീപമാണ് ഗുരുതര വാഹനാപകടം ഉണ്ടായത്. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ആദ്യം ഒരു സ്കൂട്ടറിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് മറ്റ് വാഹനങ്ങളിലേക്കും പാഞ്ഞു കയറുകയായിരുന്നു. 5 വാഹനങ്ങളിൽ ഇടിച്ച ബസ് സമീപത്തെ ഒരു വീടിന്റെ മതിലും തകർത്ത ശേഷമാണ് നിന്നത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ഇതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപവാസികളും രക്ഷാപ്രവർത്തകരും ചേർന്ന് കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം തൃശൂർ. ചാലക്കുടി പോട്ടയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 8ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പരിക്കേറ്റവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആളൂർ സെന്റ് ജോസഫ് സ്കൂളിന്റെ ബസ്സാണ് കനാലിലേക്ക് മറിഞ്ഞത്. ചാലക്കുടി പോട്ട താണിപ്പാറയിലാണ് സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. ആളൂർ സെന്റ് ജോസഫ് സ്കൂളിന്റെ ബസ്സാണ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കനാലിലേക്ക് മറിഞ്ഞത്. അപകട സമയത്ത് ബസ്സിൽ 24ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിവരം. അപകടം കണ്ട നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും വിദ്യാർത്ഥികളെ സുരക്ഷിതമായി പുറത്തെടുക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അപകടത്തിൽ 8ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം ആളൂർ. ഏറെക്കാലത്തെ കായിക പ്രേമികളുടെ ആവശ്യത്തിന് പരിഹാരമാകുന്ന തീരുമാനവുമായി ചാലക്കുടി നഗരസഭ. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് ചുരുങ്ങിയ ചാലക്കുടി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനം പുനർനിർമ്മിച്ച് വിസ്തൃതി വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. ദേശീയപാത 66 നിർമ്മാണത്തിന്റെ ഭാഗമായി 2ആയി വിഭജിക്കപ്പെട്ട ചാലക്കുടി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനം പുനർനിർമ്മിക്കാൻ തീരുമാനമായി. നിലവിൽ ശേഷിക്കുന്ന ഭാഗമാണ് ഫുട്ബോൾ, വോളിബോൾ ഉൾപ്പെടെയുള്ള കായിക പരിശീലനങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നത്. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിട ഭാഗങ്ങൾ പൊളിച്ചു നീക്കി സ്ഥലം നിരപ്പാക്കിയാണ് മൈതാനത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക. ഗ്രൗണ്ടിന്റെ നവീകരണത്തിനായി ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ദേശീയപാതയ്ക്കായി പഴയ ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ ഭാഗം ഏറ്റെടുത്തതിനെ തുടർന്ന് സ്കൂളിൽ നിന്ന് അകലെയാണ് പുതിയ മൈതാനം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ 5 കോടി രൂപ ചെലവിൽ ആധുനിക ടർഫ് നിർമ്മാണവും പുരോഗമിക്കുകയാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന യോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KV പോൾ, നഗരസഭാ കൗൺസിലർമാരായ ഷിബു വാലപ്പൻ, VJ ജോജി, OS ചന്ദ്രൻ, ജിയോ കിഴക്കുന്നല, ലിജി ജോജി, ഷിഫ സന്തോഷ്, ഷൈബു, ജോഷി പൂത്തിരി എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം ചാലക്കുടി. മതിലകം പഞ്ചായത്തിലെ കഴുവിലങ്ങ് മേഖലയിൽ നീർനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ മത്സ്യകർഷകർക്ക് ആശ്വാസമായി വനംവകുപ്പ് രംഗത്ത്. വളർത്തു മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി വിവിധ മത്സ്യകൃഷിക്കുളങ്ങളിൽ നീർനായകളെ പിടികൂടാനുള്ള കൂടുകൾ സ്ഥാപിച്ചു. മതിലകം പഞ്ചായത്തിലെ കഴുവിലങ്ങ് പ്രദേശത്ത് നിരവധി മത്സ്യക്കുളങ്ങളിലും തോടുകളിലും നീർനായകൾ കൂട്ടമായി എത്തി വളർത്തു മത്സ്യങ്ങളെ പിടിച്ചു തിന്നുന്നതായി പരാതികൾ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിച്ചത്.
കഴുവിലങ്ങ് സ്വദേശി മണക്കാട്ട് പാർത്ഥസാരഥിയുടെ മത്സ്യകൃഷിക്കുളങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നീർനായകളുടെ ആക്രമണം പതിവായതോടെ വലിയ നഷ്ടമാണ് ഉണ്ടായത്. തുടർന്ന് പാർത്ഥസാരഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ സജിയുടെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ സംഘം പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമെന്ന നിലയിലാണ് കഴുവിലങ്ങിലെ വിവിധ മത്സ്യകൃഷിക്കുളങ്ങളിൽ നീർനായകളെ പിടികൂടുന്നതിനുള്ള പ്രത്യേക കൂടുകൾ സ്ഥാപിച്ചത്. കൂടുകളിൽ നീർനായകൾ കുടുങ്ങുന്ന മുറയ്ക്ക് അവയെ സുരക്ഷിതമായി പിടികൂടി അനുയോജ്യമായ വനമേഖലയിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ദേശീയപാത 66-ൽ കയ്പമംഗലത്തെ പ്രധാന ജംഗ്ഷനായ കൊപ്രക്കളത്ത് ഫുട് ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിനുള്ള നടപടികൾക്ക് തുടക്കമായി. ദേശീയപാത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സാധ്യതകൾ വിലയിരുത്തി. ദേശീയപാത 66-ലെ കയ്പമംഗലം കൊപ്രക്കളം ജംഗ്ഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന വർഷങ്ങളായുള്ള നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം യാഥാർത്ഥ്യമാവുകയാണ്. ദേശീയപാത അധികൃതർ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണത്തിനുള്ള സാധ്യതകൾ വിലയിരുത്തി. സ്ഥലപരിമിതി കണക്കിലെടുത്ത് 1.5 മീറ്റർ വീതിയിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന ആവശ്യമാണ് കയ്പമംഗലം ഗ്രാമപഞ്ചായത്തും സമരസമിതിയും പൊതുപ്രവർത്തകരും ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നത്. തുടർന്ന് ബെന്നി ബെഹനാൻ MP ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറുമായി വിഷയം ചർച്ച ചെയ്തു. DCC ജനറൽ സെക്രട്ടറി CJ പോൾസന്റെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ ആവശ്യകത വിശദീകരിച്ചു. ഇതിനെ തുടർന്ന് ദേശീയപാത ലൈസൺ ഓഫീസർ KB ബാബുവുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൊപ്രക്കളത്ത് 1.5 മീറ്റർ വീതിയിലുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ഇതിന്റെ ഭാഗമായി ദേശീയപാത ലൈസൺ ഓഫീസർ KB ബാബു, ശിവാലയ പ്രതിനിധി ഷിബു P സിദ്ദിഖ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കൊപ്രക്കളം സെന്ററിന് വടക്കുഭാഗത്താണ് ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അജ്ഞാത വാഹനമിടിച്ച് ആദിവാസി യുവാവ് മരിച്ചു. തവളക്കുഴിപ്പാറ ആദിവാസി ഉന്നതിയിലെ സുഗുവാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ കുറ്റിക്കട വച്ചായിരുന്നു സംഭവം. റോഡരികിൽ വാഹനമിടിച്ച നിലയിൽ നാട്ടുകാരാണ് കണ്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സമ്പാളൂർ തീർത്ഥാടന ദേവാലയത്തിൽ ദേവദാസൻ ഫാദർ കോൺസ്റ്റന്റൈൻ ജോസഫ് ബസ്കിയുടെ ദേവദാസൻ പ്രഖ്യാപനത്തിന്റെ പ്രഥമ വാർഷികം ഓഗസ്റ്റ് 8 ശനിയാഴ്ച ആചരിക്കുമെന്ന് വികാരി ഫാദർ ജോൺസൺ പങ്കെടുത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ കൃതിനാമിലെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സമ്പാളൂർ പുണ്യഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫാദർ കോൺസ്റ്റന്റൈൻ ജോസഫ് ബസ്കി SJ എന്ന വൈദികനെ കഴിഞ്ഞ വർഷം മദ്രാസിൽ വെച്ച മധുരാം പ്രൊവിൻസിൽ പൊടിച്ചിരി അതിരൂപതയിലെ ദേവദാസനായി മാർപ്പാപ്പയുടെ അംഗീകാരത്തോടുകൂടി പ്രഖ്യാപിക്കുകയുണ്ടായി. വലിയ ആഘോഷമാണെന്ന് അവിടെ നടന്നത്. എന്നാൽ അവിടെ ആഘോഷം നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ശവകുടീരം കുടികൊള്ളുന്നത് സമ്പാളൂർ പുണ്യഭൂമിയിലാണ്. അന്ന് ആഘോഷത്തിന് അവിടെ പരിപാടി നടക്കുമ്പോൾ അടുത്ത വർഷം കേരളത്തിൽ വെച്ച കോട്ടപ്പുറം രൂപതയിൽ സമ്പാളൂർ പുണ്യഭൂമിയിൽ വെച്ച വാർഷികാഘോഷ പരിപാടികൾ നടത്താമെന്ന് തീരുമാനിക്കുകയായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ശനിയാഴ്ച കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ധാരാളം വൈദികരും അതോടൊപ്പം തന്നെ നാനാജാതി മതസ്ഥരുൾപ്പെട്ട വലിയ സമൂഹം എത്തിച്ചേർന്നുകൊണ്ട് ഈ ആഘോഷ പരിപാടികൾ നടത്തുക. വൈകിട്ട് 5 മുതൽ ഫാദർ ബെസ്കി അടക്കം ചെയ്ത കല്ലറയിൽ പുഷ്പസമർപ്പണം ആരംഭിക്കും. തുടർന്ന് കോട്ടപ്പുറം രൂപത മെത്രാൻ അംബ്രോസ് പുത്തൻ വീട്ടിന് സ്വീകരണവും തുടർന്ന് കൃതജ്ഞതാ ബലിയും നടക്കും. 1747 സമ്പാളൂരിൽ ദിവംഗതനായ കോൺസ്റ്റന്റൈൻ ജോസഫ് ബെസ്കിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പസമർപ്പണവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും. ജനപ്രതിനിധികൾ, വൈദികർ, മറ്റു പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ വികാരി ഫാദർ ജോൺസൺ പങ്കെടുത്ത് ആഷ്ലി ഡി റൊസാരിയോ, ഷൈൻ അവരേഷ്, ഐവൻ ലൂയിസ്, ജോമോൻ പിനിഹീറോ, ഷെർവിൻ സിമേതി എന്നിവർ പങ്കെടുത്തു.
മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 54-ാം ആണ്ട് നേർച്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടത്തി. രാവിലെ മൗലിദ് പാരായണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. വൈകിട്ട് സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴയുടെ നേതൃത്വത്തിൽ നടന്ന ഗത്തംദു ആയോടെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. ജാരം ഭാരവാഹികളായ KS സയ്യിദ് മുഹമ്മദ്, MH അബ്ദുൽ ഖാദർ, MY മുഹമ്മദ് റംസാൻ, MS ഈസ, KS ഷിഹാബുദ്ദീൻ, RK മുസ്തഫ, RM ഷിഹാബ്, ഇസഹാഖ് ധാരിമി, KS മുഹമ്മദ്, MY ഹുസൈൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ച് വൺ പഞ്ച് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായി സൗത്ത് ഇന്ത്യ മുയ്തായ് ചാമ്പ്യൻഷിപ്പ് ചാലക്കുടിയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 450-ലധികം താരങ്ങൾ മാറ്റുരയ്ക്കും. റോട്ടറി ക്ലബ്ബ് ഓഫ് ചാലക്കുടിയും സ്കോർഫേസ് കോമ്പാറ്റ് ക്ലബ്ബും സംയുക്തമായാണ് സൗത്ത് ഇന്ത്യ മുയ്തായ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 7, 8, 9 തീയതികളിലായി ചാലക്കുടി നഗരസഭയുടെ ML ജേക്കബ് സ്മാരക ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ഓഗസ്റ്റ് 8 രാവിലെ 9 മണിക്ക് സനീഷ് കുമാർ ജോസഫ് MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. സ്കാർഫേസ് കോമ്പാറ്റ് ക്ലബ് ചെയർമാൻ NK ശ്രീജിത്ത്, റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജിതിൻ റോഷൻ, ജോജു പതിയാമ്പറമ്പിൽ, ദലിൻ, അമൃത ജയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 5 വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ അപകടങ്ങളിൽ ചികിത്സയിലായിരുന്ന 2 പേർ മരിച്ചു. അപകടത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റു. ചാലക്കുടി പോട്ടയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ അപകടം. 8ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. മതിലകം പഞ്ചായത്തിലെ കഴുവിലങ്ങ് മേഖലയിൽ നീർനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ മത്സ്യ കർഷകർക്ക് ആശ്വാസമായി വനംവകുപ്പ്. വളർത്തു മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി മത്സ്യകൃഷിക്കുളങ്ങളിൽ നീർനായകളെ പിടികൂടാനുള്ള കൂടുകൾ സ്ഥാപിച്ചു. ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.